ഇടുക്കിയിലെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വലിയൊരു പാറക്കല്ല് റോഡിലേക്ക് പതിച്ചു എന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഒത്ത നടുക്ക് വന്ന് ട്രാഫിക് പോലീസുകാർ നിൽക്കുന്നല്ലോ, ഈ പാറക്കഷ്ണം നിൽക്കുന്ന കണ്ടില്ലേ. അപകടകരമായ രീതി ഇനിയും ചില പാറക്കല്ലുകൾ ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഉച്ചിയിൽ ഇരിപ്പുണ്ട്. ഈ മലമുടിയിൽ നിന്ന് വേണമെങ്കിൽ ഇനിയും കല്ലുകൾ ഉരുണ്ട് റോഡിലേക്ക് വരാം. ഇത്തരം ഒരു വലിയൊരു കല്ല് എന്തെല്ലാം അത്യാഹിതം ഉണ്ടാക്കാമായിരുന്നു. ഭാഗ്യം. രാഹുൽ വിജയൻ നമുക്കൊപ്പം ശരിയാണ്. രാഹുൽ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഈ കല്ല് മാറ്റിയില്ലേ? ഇനി കല്ല് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി ഏകദേശം 1 മണിയോട് കൂടിയാണ് ഈ കല്ല് റോഡിലേക്ക് പതിച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വഴി വാഹനങ്ങളൊന്നും ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇത് ദേവികുളത്തിനും അതുപോലെ തന്നെ പെരിയ കനാലിനും ഇടയിലുള്ള ഭാഗമാണ്. അവിടെ ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന ഭാഗത്ത് വലിയ തോതിൽ മണ്ണെടുത്തു മാറ്റി. ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതിൽ മണ്ണെടുത്ത് മാറ്റിയിരുന്നു. എല്ലാ വർഷവും കാലവർഷമാകുമ്പോഴും മഴയൊന്ന് ചെറുതായി തൂളുമ്പോഴും പോലും ഈ മണ്ണും കല്ലും ഒക്കെ റോഡിലേക്ക് പതിക്കുന്നത് പതിവാണ്. പക്ഷേ ആ മണ്ണിടിച്ചിലുണ്ടാകുന്നതിന് തൊട്ട് ചേർന്ന് മാറി ഉള്ളൊരു സ്ഥലത്താണ് ഈ വലിയ പാറക്കല്ല്. അത് ഒറ്റപ്പാറയായിട്ടിരിക്കുന്ന കല്ലായിരുന്നു. അത് താഴേക്ക് പതിക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ ഇളകി വീഴാവുന്ന തരത്തിൽ പാറകൾ ഇനിയുമുണ്ട് ആ റോഡിന് മുകളിൽ എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. അത് പൊട്ടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അപകടമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കാനോ PWD അധികൃതരാണ് ശ്രമിക്കേണ്ടത്. അതിനുള്ള നടപടി ഉണ്ടായില്ല എങ്കിൽ ഇത്തരത്തിൽ പാറകൾ വീണ്ടും റോഡിലേക്ക് വീഴും എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും അതിൽ അടിയന്തര നടപടി ഉണ്ടാകണം. നിലവിൽ ഈ പാറക്കല്ല് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് ഒഴിവായത് ഒരു വലിയ അപകടമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല.